ഹലോ ഫ്രണ്ട്സ്, കയറിക്കിടക്കാൻ ഒരു വീടില്ലാണ്ട് അലഞ്ഞു തിരിഞ്ഞു നടന്ന നമ്മുടെ കോഴികൾക്ക് തലചായ്ക്കാനൊരു ഭവനം, അതാണ് ഇന്നത്തെ പദ്ധതി. നമ്മുടെ വുഡൻ പാലറ്റുകളൊക്കെ വെച്ച് ഒരു DIY പ്രൊജക്റ്റാണ് മനസ്സിൽ. അങ്ങനെ പെരുന്തച്ഛനായിട്ട് നമ്മുടെ ഡാഡി കൂടെയുള്ള ബലത്തിൽ എല്ലാം ഷഡപടയെന്നായിരുന്നു. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് കോഴികൾ മാത്രമല്ല വേറെ കുറച്ച് പെറ്റ്സിനെയും കൂടെ ഇടാൻ പ്ലാൻ ഉണ്ട്. കുറച്ച് ബേഡ്സിനെയും കൂടെ ഇടാൻ പ്ലാൻ ഉള്ളതുകൊണ്ട് എല്ലാ ഗ്യാപ്പും അടയ്ക്കാന്നുള്ളതായിരുന്നു മെയിൻ ടാസ്ക്. ഈ പണി തുടങ്ങിയ പിന്നെ എത്ര പ്രാവശ്യം മൈറ്റട്ടണ്ണും ബണ്ണിങ്സും കയറി ഇറങ്ങിയെന്ന് എനിക്ക് തന്നെ കണക്കില്ല. അങ്ങനെ ഈ സമ്മറിലെ നല്ലൊരു ശതമാനം വീക്കെൻഡ്സ് ഈ പണിക്ക് വേണ്ടി പോയി. അങ്ങനെ അത്യാവശ്യം മെയിൻ പണികളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് മിനുക്ക് പണികളാണ് ബാക്കി. ഞാൻ വൈകിട്ട് ജോലി കഴിഞ്ഞെത്തുമ്പോഴേക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ടാസ്കുകളൊക്കെ ഡാഡി ഒറ്റയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ എല്ലാം ചെയ്യുമ്പോൾ കട്ടക്ക് നമ്മുടെ പിള്ളേർ സെറ്റും ഉണ്ട് കൂടെ. Oh, this is the egg laying place. അതന്നെ. We got an egg for the chickens. ഞാൻ പൊന്നൂസിന് മറ്റേ പ്രാവിന്റെ ഇത് കണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ സ്ലാബുകൾ അവർക്ക് ഇരിക്കാൻ. വേറെ എന്തൊക്കെ വർക്ക് ഉണ്ടെങ്കിലും പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം എന്ത് തീയിടാനാന്ന് അവൻ ഉദ്ദേശിച്ച്. ഫൈനലി നമ്മുടെ പുതിയ കൂട്ടിലേക്ക് ഒരു പുതിയ അതിഥി എത്തി. മസ്കോവി ഡക്സ്. എങ്ങനെയുണ്ട്? കാണാൻ പൊളിയല്ലേ? ഒന്നല്ലട്ടാ, രണ്ടെണ്ണം ഉണ്ട്. ഇനിയും കുറച്ച് സർപ്രൈസ് ആയിട്ട് പുതിയ ഐറ്റംസ് വരാൻ കിടക്കണുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, 1992 ജൂലൈ മോഡൽ ലിമിറ്റഡ് എഡിഷൻ. 33 വർഷമായി. കണ്ടാ പറയില്ലെങ്കിലും ഹമാരെ ദേശവാസിയോ, ആജ് മേരാ ജന്മദിൻ ഹേ. അങ്ങനെ ബർത്ത്ഡേ സർപ്രൈസ് ആയിട്ട് ഓക്ലൻഡിലുള്ള എന്റെ ഒരേ ഒരു പെങ്ങൾ അയച്ചെന്ന കേക്കും പിക്ക് ചെയ്ത് ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് വീടെത്തി. 33 candles. Thank you, Abali. Happy birthday to you, Dad. Happy birthday to you. Happy birthday to dear Dada. Happy birthday to you. Hip hip hooray! Hip hip hooray! Hip hip hooray! പണ്ട് ഇതേ പ്രായമുള്ളവരൊക്കെ വയസ്സന്മാരെന്ന് വിളിച്ചത് ഇന്നലെ പോയ പോലെ തോന്നാ. ഇപ്പോഴല്ലേ തിരിച്ചറിവ് വന്നത്. അത് വെറും തെറ്റിദ്ധാരണയായിരുന്നു. രണ്ടാഴ്ച മുന്നേ ഒരു അടിപൊളി ഗിഫ്റ്റ് ചിന്നു എനിക്ക് തന്നോളൂ. ഇതിപ്പോ വീണ്ടും ഉമ്മയാ. Love you, Dad. Love you so much, Dad. Thank you for reading, teaching me football. You inspire me. Oh, boys. എവിടെ നിന്റെ കാർഡ്? എവിടെ? This is your card. This is your card. Grandma, me and Mama selected. I like the new one. Ooh, you like it. How do you like it? Bad or good? Bad or good? Yeah. Thank you, baby. ഗിഫ്റ്റുകളൊന്ന് ഞെട്ടിച്ച എൻ്റെ പ്രാണസഖി ചിന്നൂനും പുന്നാര പെങ്ങൾക്കും പിന്നെ എൻ്റെ ഫാമിലിക്കും പിന്നെ ബർത്ത്ഡേ ആശംസകൾ നേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സ്നേഹം കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിക്കല്ലേ എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ബെഡ ഗിഫ്റ്റ്, ഹമാര കൈറൂസ്. ഡാഡയുടെ ബർത്ത്ഡേക്ക് മുന്നേ വന്നു. ഒരു കോഴിമുട്ടക്ക് എന്താ വില? കൃഷ്ണന്റെ മുട്ട കഴിക്കില്ല, നോൺ വെജിറ്റേറിയൻ. 1.25 രൂപ വരും. എത്ര? 1.25. അത് മിനിഞ്ഞാന്ന്
ഇന്നലെ 1:37 അതുപോലത്തെ 152 മുട്ടയാണ് ഇവന്മാർ എറിഞ്ഞു കളിച്ചത്. അങ്ങനെ കണക്ക് പറയരുത് സാറേ. ഒരു ഭൂമിയൊലുക്കം വന്ന് എല്ലാം പോയില്ലേ സാറേ? ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ? വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ? സാറിനെ ഞങ്ങള് ബാക്കി വെച്ചില്ലേ? Hello guys, tomorrow I'm turning 6, so I'm having a play date with my friends. So I'm tidying up my toilet. Wait guys, I'm here to up to the sky. Oh my god, Batman mask for your Batman birthday. Oh no, that's okay. I'm gonna 3 months old, so. thank you. What's that? What's that? What's this? I am the time for it. Mommy, we are building together. Okay. ഒരു പുട്ട് കടലേ കൂട്ടി ഒരു തട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ? ഞാൻ പപ്പ തിന്നിച്ച നല്ല ടേസ്റ്റ് ഉണ്ടോ? ഹലോ ഫ്രണ്ട്സ്, എത്ര തവണ ഞങ്ങൾ ഈ കടയുടെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഒരു കണക്കില്ല. പക്ഷെ ഇതുവരെ ഞങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയില്ല. കാരണം പോയിട്ടും കാര്യമില്ലല്ലോ. പക്ഷെ ഇത്തവണ ഡാഡി കൂടിയുള്ളതുകൊണ്ട് ഞങ്ങളൊന്ന് അവിടെ കയറി. ന്യൂസിലൻഡിലുള്ളവർക്കറിയാം ഇവിടെ തുണിയെടുത്ത് ഡ്രസ്സ് അടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ ലേബർ ചാർജും കൂടുതലാണ്, സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സും കുറവാണ്. അങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ള ആളെ കൂടെ കിട്ടിയപ്പോൾ ഞങ്ങളവിടെ കയറി. ഞങ്ങൾ ഏകദേശം ഒരു 30 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങളല്ലാണ്ട് വേറൊരു ഈച്ച പോലും ആ വഴിക്ക് വന്നില്ല. എന്തായാലും ഷോപ്പ് കൊള്ളാം, കുറേ വെറൈറ്റി മെറ്റീരിയൽസും ഉണ്ട്, നല്ല ക്ലിയറൻസും കിട്ടും. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് കുറേ മെറ്റീരിയൽസൊക്കെ വാങ്ങി. ഡാഡി ഒരു ഗൗൺ ഡിസൈനറായിട്ട് പേരക്കുട്ടികൾക്കൊരു ഗൗൺ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് കാത്തിരുന്ന് ആദ്യത്തെ 2 ആണായിപ്പോയി. അങ്ങനെ ഫൈനലി നമ്മുടെ കെയർ ബേബി എത്തി. ആറ്റുനോറ്റുണ്ടായ കെയറ. ഓ, ഇനി ഡാഡിക്ക് കുറെ കുട്ടി ഫ്രോക്ക് അടിക്കാം. അങ്ങനെ നിമിഷ നേരം കൊണ്ട് ഡാഡി 2-3 ഡ്രസ്സ് റെഡിയാക്കി. കെയർ ബേബി ജനിച്ചിട്ട് 1 മാസമായുള്ളൂ. എന്താലേ, നമ്മുടെ ലാലേട്ടൻ പറയണ പോലെ ആരും കൊതിച്ചു പോകും. കെയറാസ് ഫ്രോക്ക്, കെയറാസ് ഫ്രോക്ക്, കെയറാസ് ഫ്രോക്ക്. ഇനി ഇതിൻ്റെയൊക്കെ ഒരു ബിഗ് വെർഷനും കൂടി അടിച്ചാൽ മമ്മിക്കും മോക്കും ട്വിന്നിങ് ചെയ്യാം. പറഞ്ഞു നമ്മുടെ ഓണങ്ങ് വരാറായി. ഡാഡിനെ കൊണ്ട് 2 ഡ്രസ്സ് അടിപ്പിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. ഹലോ ഫ്രണ്ട്സ്, വീക്കെൻഡ് ആയിട്ട് വേണമെന്ന് റെസ്റ്റ് എടുക്കാനെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീക്കെൻഡ് ആണ് ഏറ്റവും ബിസി. വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അഡുവിന്റെ സോക്കർ പ്രാക്ടീസ് ആണ്. Do that more time. 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
Hey. Dear God, Dada. Okay. It's there, look. Get it. അങ്ങനെ നല്ല കട്ട വിന്ററിൽ നല്ല തണുപ്പും കൊണ്ട് നമ്മുടെ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യും. Yes. And me too, Dada. അങ്ങനെ അവിടുത്തെ അഭ്യാസമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ തുടങ്ങും നമ്മുടെ പുതിയ മെമ്പറിന്റെ അഭ്യാസം. അങ്ങനെ നമ്മുടെ പുലിമടയിൽ ഒരു സിംഹക്കുട്ടി. പിന്നെ വീക്കെൻഡിലാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഔട്ട്ഡോർ പണികളൊക്കെ നടക്കുള്ളൂ. വിന്റർ ആയതുകൊണ്ട് കത്തിക്കാനുള്ള വുഡൊക്കെ തട്ടി ഷെഡി കയറ്റണം. എന്താല്ലേ, ഇനി ഇന്ന് വേറെ വർക്കൗട്ടൊന്നും ചെയ്യണ്ട. ഈ വീക്കെൻഡ് കുറച്ചധികം പരിപാടികളുണ്ട്. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഹൗസ് വാമിംഗ് ആണ്. അങ്ങനെ അവിടെ പോയി കുറച്ച് കത്തിയൊക്കെ വെച്ച് നല്ല അടിപൊളി ഫുഡും കഴിച്ച് വേഗം ഇറങ്ങി. കാരണം വൈകിട്ട് വേറെ പരിപാടി ഉണ്ട്. നമ്മുടെ അഡൂസിന്റെ ക്ലാസ്മേറ്റ് ജോർജിയുടെ ബർത്ത്ഡേ പാർട്ടിയാണെന്ന്. കാറിൽ നിന്ന് ഇറങ്ങി ചെന്ന് കയറിയപ്പോൾ തന്നെ ഒരു ബലപരീക്ഷണമായിരുന്നു. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ഗേളും ഫ്രണ്ട്സും പിന്നെ ഞങ്ങളും കേക്ക് കട്ട് ചെയ്യാൻ റെഡി. വീട് നിറയെ കുട്ടികൾ. എന്തായാലും ദേ ഹാഡ് എ ഗുഡ് ടൈം. ഇതുപോലെ പാർട്ടിക്കൊക്കെ പോകുമ്പോഴാണ് പുതിയ പുതിയ ഫാമിലികൾ പരിചയപ്പെടാം. അങ്ങനെ ഞാനും ചിന്നു അവരായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിരുന്നു. ചിന്നു പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ മൂന്നാമത് വരാനിരിക്കുന്ന ആള് ഒരു ബേബി ഗേൾ ആണെങ്കിൽ നമ്മുടെ വെല്ലിംഗ്ടണിലുള്ള കത്തീഡ്രൽ ചർച്ചിൽ പോവാന്ന് ഒരു നേർച്ച ഉണ്ടായിരുന്നു. ബേബി ബോയ് ആണെങ്കിലും പോവൂട്ടാ. എന്തായാലും ഇന്ന് ടൈം കിട്ടിയപ്പോൾ ഞങ്ങൾ കുർബാനയ്ക്ക് നേരെ അങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെ സംഭവബഹുലമായി ഈ വീക്കെൻഡും തീരാറായി. ഇനി ഒരാഴ്ച കാത്തിരിക്കണം. ഹലോ ഫ്രണ്ട്സ്, മഞ്ഞിൽ കുളിച്ചുണർന്ന മനോഹരമായ സുപ്രഭാതം. മഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ കാനഡയിലുള്ള പോലെ മഞ്ഞൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഡാഡിയൊക്കെ പയറുമണി പോലെ നടക്കണണ്ടില്ലേ. ഇവിടുത്തെ തണുപ്പിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരാതിരിക്കുന്ന പാരൻസൊക്കെ മടിച്ചു നിൽക്കാതെ കടന്നു വരൂ. നമ്മുടെ കെയർ ബേബി ജനിച്ചിട്ട് ഇപ്പോൾ 6 weeks ആയി. അങ്ങനെ നമ്മുടെ ആദ്യത്തെ വാക്സിനേഷന് ടൈമായി. Finish. കെയർ ബേബിയുടെ നോട്ടം കണ്ടില്ലേ. ഇങ്ങനെ എന്നെ വേദനിപ്പിക്കാൻ ഈ 6 ആഴ്ച കൊണ്ട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു എന്നായിരിക്കും ബേബി വിചാരിക്കുന്നത്. കുത്തും കിട്ടി വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ മിഡ് വൈഫ് യമ ഹോം വിസിറ്റ് ചെയ്തു. ഡെലിവറി കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയ എല്ലാ ആഴ്ചയും ഇതുപോലെ മിഡ് വൈഫ് നമ്മളെ വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്യും. ഇന്നാണ് അമ്മയുടെ ലാസ്റ്റ് വിസിറ്റ്. ഇനി അങ്ങോട്ടേക്ക് പ്ലങ്കറ്റാണ് കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വരാം. That is beetroot, and the other one is what was that name? Silver beet with broccoli and grated coconut. അങ്ങനെ മമ്മിയുടെ നാടൻ കറികളൊക്കെ വെച്ച് എമ്മയ്ക്കൊരു ലഞ്ച് റെഡിയാക്കി. കഴിച്ചതും എമ്മ ഫ്ലാറ്റ്. നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ മൂവിയിൽ ബാബുരാജിനോട് ലാലി ചോദിക്കില്ലേ, പോരുന്നോ എൻ്റെ കൂടെ? അതുപോലെ എമ്മയും ചോദിച്ചു മമ്മീനോട്. എന്തായാലും എമ്മയും ഹാപ്പിയായി, മമ്മിയും ഹാപ്പി. എന്തെയ്യാ പപ്പീതി? സുഖണ്ടാ കുളിക്കണ്ട? എന്തായാലും ഒന്ന് പുറത്തൊക്കെ പോയി വന്നതല്ലേ, അതുകൊണ്ട് ഒരു എണ്ണക്കുളിയൊക്കെ കഴിഞ്ഞ് കെയർ ബേബി ഫ്രഷായി. നമ്മുടെ അല്ലൂസ് പറയണത് ബേബി കാണാൻ അല്ലൂസിനെ പോലെ ഇരിക്കണേന്ന്. വാട്ട് യു ഗൈസ് തിങ്ക്? എന്തായാലും ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും സ്നേഹവും കെയറിങ്ങും ഒക്കെ ഉണ്ട് നമ്മുടെ ചേട്ടന്മാർക്ക്. നല്ല പൊന്നു പോലെയല്ലേ കളിപ്പിക്കണേ. Mama, Daddy, I love you. Bye-bye. This are my superheroes. Hello. ഹലോ ഫ്രണ്ട്സ്, കളക്റ്റബിൾസ് എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. പണ്ട് ചെറുപ്പത്തിൽ നമ്മുടെ തീപ്പെട്ടിയൊക്കെ വെട്ടി കാർഡാക്കി അതിൽ തുടങ്ങിയ കളക്ഷനാണ്. പിന്നീട് അത് കോയിൻ കളക്ഷനായി, സ്റ്റാമ്പ് കളക്ഷനായി,
ഇപ്പോൾ ആ കളക്ഷനൊക്കെ എവിടെ പോയോ ആവും. എന്തായാലും ഇപ്പം കാലത്തിനൊത്ത് കോലവും മാറി. പണ്ട് നമ്മുടെ ഹിമാനും ശക്തിമാനും ഒക്കെ ഭരിച്ച കാലം. ഇപ്പോഴാണെങ്കിലോ അവഞ്ചേഴ്സ്, അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക, സ്പൈഡർമാൻ, ഡെഡ്പൂൾ, ബ്ലാക്ക് പാന്തർ, ജെസിക്ക ജോൺസ്, ആൻഡ്മാൻ, ലിസ്റ്റ് അങ്ങനെ നീളും. എന്തായാലും എൻ്റെ ചെറുപ്പത്തിൽ ഇവരൊന്നും ഇല്ലാഞ്ഞത് നന്നായി, അല്ലെങ്കിൽ വീട്ടുകാരെ ഞാൻ കഷ്ടപ്പെടുത്തില്ലേ. എന്തൊക്കെയായാലും എവ്രി പീസ് ടെൽസ് എ സ്റ്റോറി, എ മെമ്മറി ഫ്രോസൺ ഇൻ ടൈം. ഇത് ഞാൻ പറഞ്ഞതല്ല, ChatGPT പറഞ്ഞതാ. അല്ലാണ്ട് ഇത്ര അടിപൊളിയൊക്കെ ആയിട്ട് പറയാൻ പറ്റിക്ക് ഞാനൊക്കെ എവിടെ എത്തിയാന്. എന്തായാലും നമ്മുടെ വീട് ഫുൾ ടോയ് കളക്ഷൻ കൊണ്ട് നിറഞ്ഞ്. ഇതിനെല്ലാം ഉത്തരവാദി നമ്മുടെ പിള്ളേരല്ല, ആരാ? മേരാ പ്യാരി പത്നി. എന്തായാലും ചിന്നൂനി പ്രാന്തമുള്ളതുകൊണ്ട് പിള്ളേർക്ക് കോളടിച്ചു. എന്തായാലും ചിന്നുവിന്റെ ഈ ഹോബി കാരണം ഒരുമാതിരിപ്പെട്ട സൂപ്പർ ഹീറോസും വേറെ അല്ലറ ചില്ലറ ടോയ്സും വീട്ടിൽ സെറ്റ്. അതുകൊണ്ട് പിള്ളേർക്ക് കളിക്കാൻ വേറെ സാധനങ്ങൾ തപ്പിപ്പോണ്ട. Look at me, I'm turning into Ninja Turtle. അപ്പൊ എന്നെന്നും ഓർമ്മിക്കാനായി ഒരു ശേഖരണം അങ്ങോട്ട് തുടങ്ങാം. ബോയ്. Bye. പോകേണ്ട ദൂരൊരാളും ഒട്ടിനില്ലാതെ, കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ, പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. കാർമേഘമൊഴിഞ്ഞു, പൂമെല്ലെ വിരിഞ്ഞു, കാറ്റാകെ നീ മൂളുന്നൊരീണമോ. ഹലോ ഫ്രണ്ട്സ്, ടുഡേ വാസ് ഫുള്ളി പാക്ഡ്. ജോലി കഴിഞ്ഞ് നേരെ വന്ന് ഡ്രസ്സ് പോലും മാറാണ്ട് ഒരു 10 മിനിറ്റ് നമ്മുടെ കിഡ്സിന്റെ കൂടെ ഇരുന്നു. കാരണം അല്ലെങ്കിൽ ഇനി ഇന്ന് ഇവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ ടൈം കിട്ടുമെന്ന് തോന്നല്ല. കുറെ ദിവസമായി മോണിക്കാന്ന് പറഞ്ഞ് ചിന്നൂര് പിന്നാലെ നടക്കണു. ഇന്ന് അതങ്ങ് സെറ്റാക്കി. ഇന്നാണെങ്കിൽ വേറെ കുറേ പരിപാടികളുണ്ട്. അങ്ങനെ എല്ലാവരും റെഡിയായി നേരെ അഡൂസിന്റെ ഫുട്ബോൾ ട്രെയിനിങ്ങിന് പോയി. പ്രാക്ടീസ് നടക്കുന്ന ഗ്രൗണ്ടിന്റെ തൊട്ടടുത്താണ് നമ്മുടെ മൈറ്റർട്ടൺ. അങ്ങനെ ഡാഡി മമ്മിയും ചിന്നും കൂടെ അവിടെ കയറി. കാരണം നമ്മുടെ ഡാഡിക്ക് DIY ചെയ്യാനുള്ള കുറെ ഐറ്റംസ് വാങ്ങാനുണ്ട്. ആ പണികളൊക്കെ വഴിയെ കാണാം. I actually got 2 goals. ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ അഡൂസ് എത്തിയിട്ടും അവരുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവസാനം ഷോപ്പ് അടച്ചപ്പോ അവരും നിർത്തി. അവിടുന്ന് നേരെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പോയത്. അവര് പുതിയ വീടൊക്കെ വാങ്ങി സെറ്റായിട്ട് ഇതുവരെ വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ പണി ഇന്ന് തീർത്തു. ഒരു കാലത്ത് എൻ്റെ വർക്ക്മേറ്റ് ആയിരുന്നു ആഷിൻ, ഭാഗ്യവാൻ. എന്തായാലും ഇപ്പൊ ജോലിയൊക്കെ മാറി, ഇപ്പൊ വല്ലപ്പോഴേ കാണാറുള്ളൂ. സമയം രാത്രി 8:30. അങ്ങനെ ആഷിന്റെ വീട്ടിൽ നിന്ന് നേരെ ഷട്ടിൽ കളിക്കാൻ പോയി. ഈ കഴിക്കണതൊക്കെ ഒന്ന് ദയിപ്പിക്കണ്ടേ. കളിയും കഴിഞ്ഞ് രാത്രി 10:30 എല്ലാവരും വീടെത്തിയത്. അതുകൊണ്ട് മാത്രം രാവിലെ എൻ്റെ ലേശം വൈകി. കറക്റ്റ് മാറ്റി നോക്കിയപ്പോൾ അടിപൊളി വെയില്. ചാടി ഇറങ്ങി ഞങ്ങൾ പുതിയതായിട്ട് നമ്മുടെ ബേഡ്സിനെ വാങ്ങി ഒരു കൂട് സെറ്റാക്കാനുണ്ടായിരുന്നു. അങ്ങനെ ചിന്നും കിഡ്സും ആ പണി ചെയ്തു. വിന്ററിൽ ഇതുപോലത്തെ അടിപൊളി വെതറുള്ള ഡേയ്സ് ഒക്കെ വളരെ റയറാണ്. അതുകൊണ്ട് അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ കെയറൂസും പുറത്ത് കിടന്ന് കുറച്ച് വൈറ്റമിൻ ഡി ആവാഹിക്കുക. She's a little baby. She's 2 months old. അപ്പൊ ബാക്കി വിശേഷം അടുത്ത വീഡിയോയില്. ബൈ ബൈ. ഡാമേജ് ആയി പഴുത്തിട്ട്. അന്നെ എടുക്കായിരുന്നല്ലോ.
അതെ വൃത്തിക്കാണേലും നല്ലതാ. അല്ലെങ്കിൽ ഡൈയൊക്കെ അടിച്ചാകെ വൃത്തിയായിട്ടായിരിക്കും. ഞങ്ങൾ 2 മാസം മുമ്പ് മേടിച്ചു വെച്ച പീച്ച് മരമാണ്. ഇത് മറ്റേ ഫ്രൂട്ട് പഴുത്ത് വീണ് തുടങ്ങി. ഞങ്ങൾ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. കൊമ്പൊടിക്കല്ലോ നമ്മളെ അവിടെ വെച്ചോടിക്കും. ഞാൻ പഴുത്തില്ലേ? ഇത് പഴുത്തത് വലുതാണ്. ഇതൊക്കെ കണ്ട അത് പഴുത്തോളം അവിടെ തന്നെ പഴുത്തോളം ഇതൊക്കെ വിട്ടു തുടങ്ങി. ഇതൊക്കെ കേടായി തുടങ്ങിയത്. ഇതിനൊരു പ്രാണി പോയിട്ടുണ്ട്. ഇതിലൊക്കെ കുത്തുകൂടെയൊക്കെ നമ്മൾ നോക്കാറില്ലത്. ഇതൊക്കെ പഴുത്തേക്കാണ്. ഇത് 3 എണ്ണം ഈ അടിയിലുണ്ട്. ഓക്കെ ഈ അടിയിലുണ്ടാ? എടുത്തോ പൊട്ടിച്ചോ. എന്റെ പോക്കറ്റിലിട്ടോ. എന്തായാലും ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് അടുത്ത വർഷം എത്തണം. How can we? No, not to do anything. Should I do? Yes! Good up. Look, do it again and Papa will do it every time. What a catch. Good catch. Papa put the wheel. മനൂയ ലാവേഴ്സോ ഫഫറ്റായി കൂടെ സമോവനുള്ളപ്പോ പിന്നെ സമോവൻ ഭാഷ സംസാരിക്കണ്ടേ. നമ്മുടെ ഡ്വെയ്ൻ ജോൺസണില്ലേ, ദ റോക്ക്, ആളുടെ നാട്ടുകാരനാ. ഹീസ് എ ബിഗ് ലവർ ഓഫ് സ്പൈസി ഫുഡ്. അവസാനം കൈ കിട്ടിയ മുളകൊക്കെ എടുത്ത് കറിയും വെച്ച് ആക്കു കൊടുത്തു. ഓന് പെരുത്ത് ഇഷ്ടായി. അവസാനം കണ്ണും നിറഞ്ഞു മമ്മിക്ക് കൈയും കൊടുത്ത് ആള് പറഞ്ഞു ടേസ്റ്റി ഫുഡ്. You like Indian spices, right, Alex? അപ്പൊ ഇതാണ് അലക്സ്, എന്റെ വർക്ക് മേറ്റ് ആണ്. ഹീസ് ലൈക്ക് പാർട്ട് ഓഫ് ദ ഫാമിലി. വീട്ടിൽ ഫാമിലി ആര് വന്നാലും ആള് കാണാൻ വരും. അങ്ങനെ അലക്സ് ഒക്കെ പോയി ഞങ്ങൾ അങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുമ്പോ നമ്മുടെ 2ാമത്തെ പുത്രന് ബേബിയുടെ തൊട്ടിലും കിടന്ന് പാല് കുച്ചാൻ ഒരു ആഗ്രഹം. എന്നാ പിന്നെ സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഹീ സ്റ്റിൽ അവർ ബേബി. അങ്ങനെ അതും കഴിഞ്ഞ് 2നെയും പൊക്കി കരാട്ടെ ക്ലാസ്സിന് പോയി. എന്തായാലും ഫുട്ബോൾ സീസൺ ഒക്കെ കഴിഞ്ഞില്ലേ, എന്നാ പിന്നെ കുറച്ച് ആയോധന കലകള് അഭ്യസിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഇടിയും ഞാൻ തന്നെ വാങ്ങിച്ചു കൂട്ടേണ്ടി വരും. ബായ്. ഹലോ ഫ്രണ്ട്സ്, ഈ നീളൻ മുടിയൊക്കെ കണ്ട് ഒരു സുന്ദരിയായ യുവതിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതാണ് എൻ്റെ കുഞ്ഞളിയൻ. ഇതുപോലൊരു ഇൻട്രോ വേറെ ഏതളിയും കൊടുക്കും. അതായത് നമ്മുടെ ചിന്നുവിൻ്റെ ഒരേ ഒരു ആങ്ങള. ഇവിടെ സൗത്ത് ഐലൻഡിലുള്ള ക്രൈസ്റ്റ് ചർച്ചിൽ മാസ്റ്റേഴ്സും കഴിഞ്ഞ് സെക്കൻഡ് ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മളെയൊക്കെ കാണാൻ വേണ്ടി വന്നതാ. ഞാൻ ജോലിയും കഴിഞ്ഞ് പിള്ളേരെയും പിക്ക് ചെയ്ത് വരുമ്പോൾ പിള്ളേർക്ക് സർപ്രൈസ് കൊടുക്കാൻ ഒളിച്ചു നിൽക്കുക. നിനക്ക് ഉണ്ടാക്കിയതാടാ കൊച്ച്. കൊച്ച അബു എന്നേലും എന്തോരം എക്സൈറ്റഡ് ആയിരുന്നറിയോ. സ്കൂളും വിട്ട് വന്ന വഴിയിൽ ചെറുത് കാറി കിടന്നുറങ്ങിപ്പോയി. അതുകൊണ്ട് അബുവിന്റെ സർപ്രൈസ് പാളി. അങ്ങനെ അവനെയും തൂക്കിയെടുത്ത് വീട്ടിൽ കയറി. ഇനി എനിക്കുമ്പോ കൊടുക്കാം ബാക്കി സർപ്രൈസ്. നമ്മുടെ കെയർ ബേബി ജനിച്ചപ്പിനുള്ള അബുവിന്റെ ഫസ്റ്റ് വിസിറ്റ് ആണ്. ആദ്യത്തെ മീറ്റപ്പ് അല്ലേ, അതുകൊണ്ട് ഫുൾ ടൈം ചെക്കൻ്റെ കയ്യിലാ.
ഇത്രയും ഹൈറ്റിലിരിക്കണോണ്ടാണോ എന്നറിയില്ല, നമ്മുടെ കേര ബേബി ഇന്ന് ഫുൾ ചിൽ മൂഡിലാ. ഹലോ ഫ്രണ്ട്സ്, പൊപ്പോയ്സ് ആൻഡ് ബർഗർ കിങ്. അശ്ശടാ, ഇതിപ്പോൾ കൺഫ്യൂഷൻ ആയില്ല. എന്തായാലും ഞാൻ ഈ സീനിലില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ആങ്ങളെയും പെങ്ങളും കൂടി ഇന്ന് കറങ്ങാൻ ഇറങ്ങിയേക്കാ നമ്മുടെ കെയറൂസിനെയും കൊണ്ട്. കറങ്ങാനല്ലട്ടാ, നമ്മുടെ കെയറൂസിന് ഇന്നൊരു വാക്സിനേഷൻ ഉണ്ട്. അതുകൊണ്ട് രണ്ടുപേർക്കൊന്നും വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈം കിട്ടിയില്ല. അതുകൊണ്ട് ആങ്ങളയ്ക്ക് ഓഫറുള്ള ബർഗർ കിങ്ങിൽ കയറി 2 ബർഗറും ചിന്നു 2 ഐസ്ഡ് മച്ചായും പൂശി. സ്നേഹനിധിയായി ഭാര്യ എന്തായാലും എന്നെ മറന്നില്ല. രാവിലെ തൊട്ട് കഠിനാധ്വാനം ചെയ്യണ എന്നെ കാണാൻ അവർ വന്നു ഗൈസ്. രാവിലെ പോരുമ്പോ വീട്ടിൽ നിന്ന് കണ്ടിട്ട് ഇറങ്ങിയതാണെങ്കിലും ഇതുപോലെ സർപ്രൈസ് ആയിട്ട് കാണുമ്പോ ഒരു ഹാപ്പിനെസ് അല്ലേ. ഞാൻ ആദ്യമായിട്ടാ ഈ ഫ്ലേവർ ട്രൈ ചെയ്യണേ. എന്തായാലും സംഭവം കൊള്ളാം, മസ്റ്റ് ട്രൈ ചെയ്യാണ്ടാ. അങ്ങനെ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ കെയറൂസ് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുക. എന്നാലും കുത്തിവെപ്പ് കിട്ടിയിട്ട് അതിന്റെ വല്ല കൂസലുണ്ടോ അവൾക്ക്? ഷെബട്ടെ, ഇതിന്റെ അപ്പുറമല്ല ചേട്ടന്മാരുടെ നിന്ന് കിട്ടണേന്ന്. ഹലോ ഫ്രണ്ട്സ്, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ആണ്. അതെ, ഞാൻ തന്നെ പേ ചെയ്ത് ഞാൻ തന്നെ കൊടുക്കണം പ്രൊമോഷൻ. എന്താലേ, വീട്ടിൽ മുന്നത്തെ ഗേറ്റ് വുഡനായിരുന്നു, ഓനിച്ചിരി ഹെവി ആയിരുന്നു. അങ്ങനെ ഇവിടത്തെ കാറ്റത്ത് അവൻ ചെരിഞ്ഞു. ഇനി അവന് പകരം ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം, നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് ഗേറ്റ് ഡിസൈൻ ചെയ്ത് നമുക്ക് റെഡിയാക്കി തന്നത്. ഇതിൽ ആൽബർട്ടിന്റെ എയും സിന്ധ്യയുടെ സി ഒക്കെ ഉണ്ടെന്നാ പറയണേ. ഞാനിന്ന് വർക്കിലായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ അളിയനെ ഏൽപ്പിച്ചേക്കാം. എന്തായാലും അവൻ വന്ന ടൈം കറക്റ്റായി. ഇനി ഗേറ്റ് കാറ്റല്ല, ആന പിടിച്ചാൽ പോലും ഇളകാണ്ടിരിക്കാൻ കുറച്ച് ഐറ്റംസ് എടുക്കാൻ വന്നതാ. ഞാൻ ഗേറ്റ് വെക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ഇവിടെ ആൾക്കാർ വീട് പൂട്ടാണ്ടാ കിടന്നുറങ്ങണേ, അപ്പോഴാണ് നിന്റെ ഒരു ഗേറ്റ്. ദാറ്റ്സ് ട്രൂ. നാട്ടിലല്ലേ വലിയ മതിലൊക്കെ പണിത് വലിയ ഗേറ്റും വെച്ച് വീടൊക്കെ അടച്ചു പൂട്ടിയിരിക്കണേ. ഇങ്ങനെ അടച്ചു പൂട്ടി വെക്കുമ്പോഴാണ് ഉള്ളിൽ വല്ല നിധി ഉണ്ടെന്ന് വിചാരിച്ച് കൂടുതൽ കള്ളന്മാർ കയറണേന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ നിധിയൊന്നും ഇല്ലട്ടാ. ഇവിടെ എല്ലാവരും ഡോഗ് ലവേഴ്സാ. എന്തായാലും ഒരു പോയിന്റിൽ നമ്മൾ പട്ടീനെ വാങ്ങൂലോ, അപ്പൊ ഗേറ്റ് വേണ്ടേ? അങ്ങനെ ഗേറ്റും വെച്ച് അവര് പോയി. ഇനി ഒന്ന് കളറും കൂടെ അടിച്ചാലാ സംഭവം കളറാവുള്ളൂ കേട്ടോ. സങ്കീർത്തനം ഓരോ പാടുവാൻ നീ തീർത്ത മൺവേണയാ. പാട്ട് നിർത്തി പാട്ട് നിർത്തി വെക്കാറാ പാട്ട് കൊച്ചു. കൊച്ചിന് ഗ്യാസ് വേണം, നിനക്കുള്ള ഗ്യാസ് വേണം. മൂത്ത് കൊണ്ടിട്ടാണ് പാടുന്നത്. പോയടാ പാട്ട്. രാഘവല്ല അല്ലേ? ഇതില്ല, സംഗതിയില്ല ഈ പാട്ടിലെ സംഗതിയില്ല, സംഗതി വന്നിട്ടില്ല. അയ്യോ അയ്യോ, തണുക്കണ്ട. He's cold. I got a blanket. I got blanket. Hey guys, I got blanket. താമര പൂം പൈതലേ
കാണുമ്പോ എന്തത് വറക്കാൻ മീനുണ്ട് വറക്കാൻ പാണ്ടരോ ഇത് കൊണ്ടുപോയി മറ്റേ സിനിമയിൽ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കുമല്ലോ അതിലൊക്കെ ഇങ്ങനെ ആൾക്കാരെ കാണിക്കണത് മുഖം നനച്ചിരിക്കാത്ത നേരത്ത് വിസ തീർന്നു മക്കളെ, ഡാഡി മമ്മിയും തിരിച്ച് നാട്ടി പോവാ. എടിലും മണിച്ചേട്ടൻ കയറി വന്നു. ഇനി 8 പൊട്ടും തിരിയാത്ത 3 എണ്ണങ്ങളെയും കൊണ്ട് ഞാനും ചിന്നും ഇക്ഷ ഇമ്മ ഇച്ഛ വരികയും. You want spoon or anything? spoon You want spoon? I'll probably my hands. You come to India, maybe every day this one. Morning breakfast. Banana, after banana. ഇഡ്ഡലി, ദോശ, പുട്ട്, ഇടിയപ്പം. അങ്ങനെ നീണ്ട 9 മാസത്തെ ന്യൂസിലൻഡ് സഹവാസത്തിന് ശേഷം ഡാഡി മമ്മി തിരിച്ച് നാട്ടിൽ പോണോണ്ട് വീട്ടിൽ അതിഥികളായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ന്യൂസിലൻഡിലേക്ക് കയറി പോകുന്നതാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ഇൻലോസിന് കിട്ടിയത് ഇപ്പോഴാണ്. ഇത്രയും നല്ലൊരു മരുമോനെ കിട്ടിയതിന് നാട്ടിൽ തിരിച്ചു വന്നിട്ട് കൊരട്ടിമുത്തിക്ക് 2 വാഴക്കൊല കൊടുക്കണം. ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല. ഇന്ത്യയിലേക്ക് വരുന്നുണ്ടാ? പിന്നെ മീൻ പിടിക്കും ഞാൻ. അവിടെ പോയിട്ടേ അടിച്ചു പൊളിക്കാം. ജയ്സം പപ്പനെയും അമ്മനെയും കാണാം. അടിച്ചു പൊളിക്കുവോ? ഇരിപ്പണ്ട ചിരിച്ചി പറഞ്ഞണ്ടാ ചിരിച്ചാള് ആരാരോ ഹരിത്ത് ഞങ്ങളുടെ മുത്ത്. നാളെ മുതൽ ആര് നോക്കി കറന്നൊക്കെ അറിഞ്ഞാ അവിടെ ആ ഡാഡിയും മമ്മിയും പോണ ടെൻഷനിൽ ചിന്നു കിളി പോയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടക്കാം. അങ്ങനെ കലാശക്കൊട്ടായിട്ട് ഒരു ഫൈനൽ പ്രയർ. ഡാഡിക്കും മമ്മിക്കും പിള്ളേരെ പിരിഞ്ഞിരിക്കാനാണ് ഏറ്റവും വിഷമം. ഷോ ഞങ്ങളിനി വൈകിട്ട് ആരുടെ കൂടെ ചീട്ട് കളിക്കും ഗൈസ്. എയർപോർട്ടിൽ വെച്ചൊരു വിലാപതരംഗം ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഡാഡിയും മമ്മിയും പിള്ളേരോടും ചിന്നുവിനോടും വീട്ടിൽ വെച്ച് തന്നെ ടാറ്റാ ബബ്ബായി പറഞ്ഞു. ഈ കയ്യിലിരിക്കുന്ന മുതല് ഇനി ഇവർ കാണുമ്പോൾ ഓടിച്ചാടി നടക്കും. കാലത്തിൻ്റെ ഒരു പോക്കേ. അങ്ങനെ എയർപോർട്ടിലെത്തി ചെക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അപ്പൊ ടാറ്റാ ബബ്ബായി. നാട്ടിൽ വരുമ്പോ കാണാം. ഞങ്ങൾക്ക് അഡോ അല്ലോ കേറോ ചിന്നു I love you. വിഷ് യു ഓൾ എ സേഫ് ട്രിപ്പ്.